ഹായ്. ലിജോ തോമസിന്റെ സംവിധാനത്തിൽ അർജുൻ അശോകൻ നായകനായി ഇറങ്ങിയ അൺബോർഡ് കൺമണി എന്ന സിനിമയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ സിനിമയിൽ അർജുൻ അശോകന്റെ കൂടെ അനഘ നാരായണൻ, നവാസ് വള്ളിക്കുന്ന്, മാള പാർവതി, ജോണി ആന്റണി ഇവരൊക്കെ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഫാമിലി സ്റ്റോറിയാണ്. ഫാമിലി സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരു കല്യാണം നടക്കുന്നു. ആ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചുറ്റുവട്ടത്ത് ആൾക്കാരുടെ ഒരു വിശേഷങ്ങളുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ആയിട്ടാണ് ഈ സിനിമ പോകുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ നാട്ടിൻപുറത്ത് ഉണ്ടാവുന്ന ഓരോ കല്യാണങ്ങളുണ്ടല്ലോ. അപ്പൊ ആ കല്യാണങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാല് തൊട്ടടുത്തുള്ള അയൽവാസികളൊക്കെ വന്നിട്ട് ഇപ്പോൾ ചെക്കൻ്റെ വീട്ടിലാണെങ്കിൽ ചെക്കൻ്റെ പെണ്ണിനെ കാണാൻ വേണ്ടി വരുന്നതും ആ പെണ്ണിന്റെ കാര്യത്തിലുള്ള സ്വർണത്തിനെ പറ്റി പറയുന്നതും പിന്നെ നോനി പറയുന്നതും കുശുകുശുക്കുന്നതും പിന്നെ ഈ ഒന്നോ രണ്ടോ മാസമായി കഴിഞ്ഞാലുള്ള ചോദ്യമാണ് അടുത്തത്. അതായത് വിശേഷമൊന്നും ആയില്ലേ, എന്തേ വിശേഷമാവാത്തത്, വേണ്ടാന്ന് വെച്ചതാണോ, അതാർക്കെങ്കിലും കുഴപ്പമുണ്ടോ, ചെക്കനാണോ കുഴപ്പം, പെണ്ണിനാണോ കുഴപ്പം എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലും വരുന്നുണ്ട്. അതായത് നാട്ടിൻപുറത്തുള്ള ഒരു നോർമൽ ആൾക്കാരുടെ ഒരു സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കഥ ഇതുപോലെ തന്നെയാണ് വരുന്നത്. അർജുൻ അശോകൻ ഒരു കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങളൊക്കെ ആയിട്ട് വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ഓരോ സംഭാഷണങ്ങൾ ആദ്യം വരുന്നു. അപ്പൊ ആദ്യം കേൾക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചുമ്മാ തള്ളിക്കളയും. പിന്നീട് വീണ്ടും അതിനെങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന പോലത്തെ രീതിയിലോട്ട് വരുന്നു. പിന്നെ അർജുന്റെ അമ്മയ്ക്കും ഈ പറയുന്ന ഒരു ടെൻഷൻ വരുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് കൊച്ചുങ്ങൾ ഉണ്ടാവാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവര് പിന്നീട് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നു. അതുപോലെ തന്നെ ഒരു എന്താ പറയാ ജോത്സ്യനെ കാണാൻ വേണ്ടി പോകുന്നു. അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ അർജുൻ അശോകന്റെ ഒരു ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അവനും ഒരു സംഭവം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും ഇവർക്ക് കൊച്ചുങ്ങൾ ഉണ്ടാവാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആവുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ടൈമിൽ ഇവർക്കൊരു കൊച്ചുണ്ടാവാൻ പോവുകയാണ്. അങ്ങനെ കൊച്ചുണ്ടാവാൻ പോകുന്ന സമയത്ത് ഇവൾക്ക് ചിക്കൻ ബോക്സ് പിടിക്കും. ചിക്കൻ ബോക്സ് പിടിച്ചപ്പോൾ പിന്നെ അതായി അവിടുത്തെ ചർച്ചകൾ, ആ നാട്ടിലുള്ള ചർച്ചകൾ. അതായത് ചിക്കൻ ബോക്സ് പിടിച്ചു കഴിഞ്ഞാൽ ഈ കൊച്ചില്ലാതായി പോവും എന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ വരും. അങ്ങനെ ഒടുവിൽ എല്ലാറ്റിനും ലാസ്റ്റ് ഇവരൊരു കൊച്ചിന് ജന്മം കൊടുക്കുന്നു. അപ്പൊ അതിലിടക്ക് ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളും കുറച്ച് കോമഡീസ് പിന്നെ ഇമോഷൻസ് ഇതെല്ലാം ഈ സിനിമയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ അർജുൻ അശോകന്റെ ഇതിലെ പേര് നകുൽ എന്നാണ്. മണിച്ചിത്രത്താഴ് സിനിമ കഴിഞ്ഞിട്ട് ശേഷം ഈ ഒരു പേര് ഞാൻ വേറെ സിനിമയിലും ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോ നകുൽ എന്ന് പറഞ്ഞ് പെട്ടെന്ന് കേട്ടപ്പോ നകുലൻ ഇത് ഇവിടെ കേട്ട് പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത ആദ്യം വന്നു. പിന്നെയാണ് ഓർമ്മ വന്നത്, മണിച്ചിത്രത്താഴിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ പേര് നകുലൻ എന്നായിരുന്നു. അപ്പൊ ആ ഒരു പേര് വീണ്ടും കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ പടം ഓവറോൾ വല്ല കുഴപ്പമൊന്നുമില്ല. ഒരു വൺ ടൈം മൂവിയാണ്. ഫാമിലീസിനൊക്കെ കണ്ടിരുന്ന ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. പലരും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും നെഗറ്റീവ് ഒന്നും ഈ സിനിമയിൽ ഇല്ല. ഞാൻ പറയുന്നത് ഇതൊരു ഫാമിലി സ്റ്റോറി. ഒരു കല്യാണം കഴിഞ്ഞ കുടുംബത്തിൽ കൊച്ചുങ്ങളില്ലാണ്ടാവുമ്പോൾ അല്ലെങ്കിൽ കൊച്ചുങ്ങൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഇല്ലാണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന നാട്ടിൻപുറത്തെ സംഭാഷണങ്ങളും പിന്നെ അവരുടെ വിഷമങ്ങളും എന്തുകൊണ്ടാണ് അവർക്ക് ഉണ്ടാവാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു മൂവി തന്നെയാണ്. കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മൂവി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആരും സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും സിനിമ ഒന്ന് കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല. പിള്ളേർക്ക് ഈ പടം ഇഷ്ടപ്പെടാവോ എന്നുള്ളത് എനിക്കറിയില്ല. വലിയവർക്കും അതേപോലെ കല്യാണം കഴിഞ്ഞവർക്കൊക്കെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. കാരണം ഇതുപോലെ സിറ്റുവേഷൻസ് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ സിനിമ കാണും, കണ്ട് ആസ്വദിക്കും. കുഴപ്പമൊന്നുമില്ല, ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര വലിയ ഇഷ്ടമൊന്നുമല്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.